ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ കഴിക്കാൻ അതിരുചിയായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകളിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ഭംഗിയുമാണ്, രുചിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വറുത്ത റവയാണെന്നുണ്ടെങ്കിലും ചേർക്കാം, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അടുത്തത് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള കടലമാവാണ്. കടലര പൊടിയൽ, ഗ്രാം ഫ്ലവർ എന്നൊക്കെ പറയുന്ന ആ ഒരു 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പോളമുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1 ടേബിൾ സ്പൂണോളമുള്ള പച്ചമുളകും ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. അടുത്തത് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള പഞ്ചസാര. ഇത് തികച്ചും ഓപ്ഷണലാണ്, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി. അടുത്തത് ഒരു 2 നുള്ളോളമുള്ള കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, റവ വെച്ചിട്ട് നമ്മൾ നേരെ തന്നെ ഉണ്ടാക്കുമല്ല, ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. എങ്കിലാണ് ഈ റവയും തൈരും ഒക്കെ കൂടെ നന്നായി ചേർന്ന് റവയൊക്കെ ഒന്ന് സോഫ്റ്റായി വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊട്ടും തന്നെ സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റവയും കൂടെ, ഈ ഒരു തൈരും റവയും ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് ഒത്തിരി അങ്ങ് നനഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണോളമുള്ള പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റവയും ഇച്ചിരി ഒരു ലിക്വിഡ് ആവുന്നു, ഒത്തിരി അങ്ങ് കട്ടിയാവണ്ട. അത്യാവശ്യം ഈ റവയൊക്കെ നനയാൻ പാകത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാൻ മറന്നതല്ല, നമ്മളത് പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഈ ഒരു കണക്കിന് റവയെല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റവയൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു തൈരും വെള്ളമൊക്കെ കുടിച്ച് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട്, ഇതൊരു ഇഡ്ലി മാവിനൊക്കെ നമ്മൾ കോരി ഒഴിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവം കണക്ക് നമ്മൾ നന്നായിട്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് കേട്ടോ. ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്നില്ല, എന്ന് ഒത്തിരി ടൈറ്റും അല്ല. നമ്മൾ ഇഡ്ഡലിയൊക്കെ കോരി ഒഴിക്കുന്ന അതേ പരുവം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഞാനിപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇച്ചിരി, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നോക്കിക്ക് ഇപ്പം തന്നെ കാണാം, നമ്മൾ ആ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് ഇച്ചിരി ഒന്ന് പതഞ്ഞെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ മാവിരിക്കുന്നത്. ഇച്ചിരി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അതാത് പാത്രങ്ങളിൽ മാറ്റി ഒഴിക്കണം. ഞാനിന്ന് ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിൽ ഉണ്ടാക്കുമ്പോൾ പൊട്ടുമെന്നുള്ളൊരു പേടി ആർക്കും വേണ്ട. അത്യാവശ്യം കട്ടിയുള്ള ഗ്ലാസ് എടുത്താൽ മതി, ഒട്ടും തന്നെ പൊട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നും ഗ്ലാസ്സിനകത്ത് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും എല്ലാവരും ചോദിച്ചൊരു സംശയമാണ്. അതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആ സംശയം മാറിയത്. അപ്പോൾ ഇന്നും ഞാൻ ഈ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഉയരം കുറഞ്ഞിട്ടുള്ള കുട്ടി ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് അതിനകത്ത് ഇതുപോലെ അല്പം എണ്ണയോ നെയ്യോ നമുക്കൊന്ന് തടവി കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ഈ റവയുടെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞ് ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് വിട്ട് പോരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മിക്സ് നിറച്ച് കൊടുക്കാം. ഒത്തിരി നിറയ്ക്കേണ്ട കാര്യമില്ല, ഒരു 1/4 ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതിയാവും. കാരണം ഇതിനകത്ത് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് നമ്മൾ ആവി കയറ്റി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിതൊരു 1/4 ഭാഗത്തോളം ഒന്ന് നിറച്ചെടുക്കാം.
അതുപോലെ തന്നെ ഞാൻ അല്പം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാനാണ് 1 കപ്പ് എന്നൊക്കെ ഉള്ളത് കാണിച്ചത്. ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടെ വീട്ടിലെ ആവശ്യത്തിനും കൂടെ ഞാൻ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ വേറൊരു ഗ്ലാസിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ബൗളിലോട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ഇങ്ങനെ ബബിൾ പോലെ ഇങ്ങനെ പൊട്ടുന്നത് കാണാം. അത് നമ്മളെ ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് കിടന്ന് നമുക്ക് ആ ഒരു ഫ്ലഫിനെസ് ഒക്കെ കിട്ടുന്നത് ഈ ബേക്കിംഗ് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ. അതാണ് ആ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ക്ലോസപ്പ് എടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ബാക്കിയുള്ള ആ മാവെല്ലാം ഒഴിക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാണ്, സ്റ്റീൽ പാത്രത്തിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്ലാസ്സിൽ തന്നെ വേണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ഉണ്ടാക്കി അത് പുറത്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതുമല്ലാതെ ഒരു എന്താ പറയുക, നമുക്കൊരു പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും ആ ഒരു പുട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള ഈ 3 പാത്രങ്ങളിലും ഇതുപോലെ തന്നെ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് മാവ് നിറച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ എല്ലാ പാത്രത്തിലും നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ അല്പം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് മേലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്തായാലെങ്കിലും ഈ ഒരു മുളക് പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം ഞാനിനി ഇത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇതിനകത്തോട്ട് നമുക്കൊന്ന് നിറച്ച് വയ്ക്കാം. ഇനി അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേണ്ട, പക്ഷേ ഞാൻ ഒരു മാക്സിമം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊരു 8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയേക്കണം. 10 മിനിറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ 8 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് കമത്തി എടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നമ്മുടെ കയ്യിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ചെറുതായിട്ട് ഞാനിതിൻ്റെ സൈഡൊക്കെ കണ്ടോ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വിടിവിക്കാൻ നോക്കുവാണ്. നല്ല പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എണ്ണയൊക്കെ തൂത്ത് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഗ്ലാസിൻ്റെ ആ ഒരു ഇതും. ഞാൻ അതിനകത്ത് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് സെർവ് ചെയ്യേണ്ടത് ആ പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് കമത്തി എടുക്കുവാണ്. കണ്ടോ, നല്ലൊരു പുട്ടുംകുറ്റി പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാനെടുത്ത ഗ്ലാസ് അല്പം നീളം കൂടുതലുള്ളൊരു നീളത്തിലും മെലിഞ്ഞിട്ടുള്ളൊക്കെ ഒരു ഗ്ലാസ് ആയിരുന്നെങ്കിൽ ശരിക്കും നമുക്കൊരു പുട്ട് ഉണ്ടാക്കി വരുന്നത് പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ കിട്ടിയാനെ. പിന്നെ ഇത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ, സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്കിനി ബാക്കിയുള്ള ആ ഒരു പാത്രങ്ങളിൽ നിന്നുള്ള അതും നമുക്കിതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് വരാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. എന്തെങ്കിലും കറികളുടെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. ഞാൻ പക്ഷേ ഇന്ന് വേറൊരു രീതിയിലാണ് ഒരു താളിപ്പൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഈ ഒരു നമ്മൾ ഷേപ്പിലെടുത്തിരിക്കുന്ന ഇത് ഞാൻ ചെറുതായിട്ട് ഒരു ഡിസ്ക് പോലെ ഞാനിങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് നിർബന്ധമൊന്നും ഇല്ലാട്ടോ, ഇതിൻ്റെ ഒരു പല വേരിയേഷൻസും കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ അപ്പം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒത്തിരി പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അത് മാത്രമല്ല, അപ്പോൾ ഞാനിന്ന് വേറൊരു രീതിയും കൂടെ, ഒരു താളിപ്പും കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂണോളം കടുക്, അതുപോലെ 1/4 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ചേർക്കുന്നത് ഉണക്കമുളകാണ്. വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 2 എണ്ണം. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അതിന് പകരം ഇന്ന് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ചൂടിനകത്ത് നമുക്കത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങ ഇതിനകത്ത് ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ തേങ്ങ ഇതിനകത്ത് ചേർക്കുന്നില്ല, ഞാൻ അല്ലാതെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു താളിപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അപ്പത്തിൻ്റെ മേലെ ഇങ്ങനെ നമുക്ക് ഒന്ന് തേച്ചൊക്കെ കൊടുക്കാം. എങ്കിലാണ് എണ്ണയൊക്കെ എല്ലായിടത്തും ആവത്തുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് താളിപ്പൊഴിച്ചെടുത്തിട്ട് വരാം. അടുത്തത് ഞാൻ ഇതിൻ്റെ മേലെ ഈ പറഞ്ഞ പോലെ തേങ്ങ ചെരുവിയത് ഒന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇത് റവയൊക്കെ എപ്പോഴും നമ്മൾ റവ വെച്ചിട്ട് അധികം നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിച്ച് മടുത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന, ഉപ്പുമാവിനേക്കാളും സ്വാദും അതിനേക്കാളും ഹെൽത്തിയും കൂടിയാണിത്. കാരണം ഇത് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ പോകുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ വെള്ള ചട്നി, അത് തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ റവയും തേങ്ങ ചട്നിയൊക്കെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ തേങ്ങ ചട്നി മാത്രമല്ല, നമുക്ക് നല്ലൊരു മല്ലിയിലയുടെ ചട്നി ഇഷ്ടമുള്ളവർക്ക്, പുതിനയിലയുടെ ചട്നി ഇഷ്ടമുള്ളവർക്ക്, ഇതിന് പുറമേ നമ്മൾ കപ്പലണ്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയാണെന്നുണ്ടെങ്കിലും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.